കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് എന്ന കമ്പനി അറവ് മാലിന്യ സംസ്കരണത്തിന് ഫാക്ടറിക്കെതിരെ 5 കൊല്ലമായി സമരത്തിലാണ് കരിമ്പാലക്കുന്ന് നിവാസികളെന്നറിയുന്നു. പ്രദേശവാസികൾ 24-നൊപ്പം ചേരുന്നു. എന്നാൽ ഇതിൻ്റെ ഉടമ പറയുന്നത് എല്ലാവിധമായ അനുമതിയും ലൈസൻസുകളും വാങ്ങിയിരുന്നു എന്നാണ്. മിഥില ബാലൻ കട്ടിപ്പാറയിൽ നിന്നും തത്സമയം ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഒരു 300ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ 5 വർഷമായി സമരത്തിലാണ് ഈ ഫ്രഷ് കട്ടിനെതിരെ. അത്തരത്തിലുള്ള ഒരു കുടുംബം എനിക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് സമരത്തിലാണ്. ഇപ്പം എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? എന്താണ്, എത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്? എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യമല്ല. സ്മെല്ലാണിത്. അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവും, കാണിച്ചു കൊടുക്കാൻ പറ്റൂല. നിങ്ങളാരെങ്കിലും ഇവിടെ വന്ന് നിൽക്കണം. നിങ്ങളായാലും പോലീസായാലും അധികാരികളായാലും ഇവിടെ വന്ന് ഒരു ദിവസം തന്നെയെങ്കിലും നാട്ടിൽ എത്ര കാലമായി സമരം ചെയ്യുന്നു, ഒരാളും തിരിഞ്ഞു നോക്കിയില്ല, ഒരാളും ഉണ്ടായില്ല. സമരം ചെയ്യുന്നു, ഞങ്ങൾ പോരുന്നത് സമാധാന സമരം തന്നെ ആയിരുന്നു. ഇന്നലെ പോയത് സമാധാന സമരത്തിന് തന്നെയാണ് പോയത്. അതിൽ പോലീസുകാരാണ് ഫസ്റ്റ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് കേട്ടത്. ഞങ്ങൾ ഇന്നലെ പോയില്ല, പോയലുണ്ട്. ഇവിടെ വാപ്പ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് ഇന്നലെ പോയില്ല, പോയലുണ്ട്. ഫസ്റ്റ് പോലീസുകാർ കുട്ടികളെ നേർക്ക് ഗ്രനേഡോ എന്തോ എറിഞ്ഞതാണ് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എന്നാണ് കേട്ടത്. ഞാൻ കേട്ടത് പറഞ്ഞു അതിഥികളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ആർക്കും താല്പര്യമല്ല വരാൻ. ഒരു കല്യാണം ഉണ്ടാക്കാൻ, പെൺകുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിച്ചയപ്പിക്കാൻ ആർക്കും താല്പര്യമല്ല. വരുമ്പോൾ ആൾക്കാർ വരുമ്പോഴേക്കും ഇവിടെ എന്താ മണക്കണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പം വരുന്നവരോട് ഞങ്ങൾ അങ്ങോട്ട് പറയാം, ഇപ്പോൾ ഫ്രഷ് കട്ടുണ്ട്, ഫ്രഷ് കട്ടിൻ്റെ മണമാണ്. നമ്മൾ ഒരു കല്യാണമായാലും എന്ത് പരിപാടി ആയാലും ഇത് സഹിക്കണം. ഇത് സഹിച്ചാൽ അതിൻ്റെ ഭക്ഷണമായാലും പിന്നെ ആ അസുഖം അലർജി വിട്ടുമാറിയില്ല. ചെറിയ കുട്ടിക്ക് ബദൽ വയസ്സായ വാപ്പ വരെയുണ്ട് അലർജി, ചൊറിച്ചിൽ മാറുന്നില്ല. മരുന്ന് കഴിക്കാന്നേ ഉള്ളൂ, മാറുന്നില്ല. പിന്നെ എല്ലാം വെച്ച് ഇവിടെ കിടക്കുക. ചൊറിഞ്ഞിട്ട് നമ്മൾ ചൊറിഞ്ഞ് കൊടുത്തിട്ട് വാപ്പക്ക് മുറിയാവുക എന്നല്ലാതെ ചൊറിച്ചിൽ മാറുന്നില്ല. എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. പിന്നെ ഇത് കട്ടിപ്പാറയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. എന്തായാലും എല്ലാവിധമായ അനുമതിയും വാങ്ങിച്ചിട്ടാണ് ഇതിനൊരു ഫാക്ടറി അവിടെ പ്രവർത്തിച്ചെന്നാണ് ഐസക് എന്ന ഇതിന്റെ ഉടമ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.